സമയം രാവിലെ 5:45 കേട്ടോ. അപ്പോഴുണ്ട് നമ്മുടെ ഉണ്ണിക്കുട്ടൻ വരണോ. ഉണ്ണിക്കുട്ടൻ എന്തിനാ നേരത്തെ എണീറ്റ്? പഠിക്കാനോ? എന്നാണ് പല്ലൊക്കെ വെച്ചിരുന്ന് പഠിച്ചു കേട്ടോ. ഇന്ന് SLC എക്സാം തുടങ്ങുന്ന ദിവസമല്ലേ. അപ്പോൾ പാവം ആരും വിളിക്കാതെ നേരത്തെ എണീറ്റിരിക്കുക. ഇന്നലെ രാത്രി അലാറം വെച്ചിട്ട് എണീപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടോ കിടന്നത്. ഏട്ടൻ രാവിലെ 6 മണിക്ക് ജോലിക്ക് പോകും. അപ്പോൾ ആ വെളിച്ചോ ലൈറ്റോ കണ്ടപ്പോഴേ അവൻ തന്നെ എണീറ്റ് വന്നിരിക്കുകയായിരുന്നു. സാധാരണ അവൻ 7 മണി 7:30 ആ ടൈമിലിട്ടോ എണീക്കാറുള്ളൂ. അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോഴേക്ക് പാവം തോന്നിയിട്ട് അവനെ. എന്നിട്ട് ഫോണിൽ ക്ലാസ് കാണാം. അപ്പോൾ എല്ലാവരും എക്സാം അല്ലേ എന്നങ്ങനെ ചോദിക്കാറുണ്ട് അവൻ്റെ അടുത്ത്. അതൊക്കെ കേട്ടിട്ടാ തോന്നണു. അപ്പോഴേക്ക് ഏട്ടൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ എവിടുന്നോ നമ്മുടെ കുഞ്ഞാപ്പ് ഓടി വരും. പിന്നെ അവന് വാതിൽ തുറക്കാഞ്ഞിട്ടുള്ള കണ്ടോ എന്തൊക്കെ കാണിക്കാന്നറിയോ. വാതിലിന് ഉന്തി തുറക്കുക, തള്ളി തുറക്കുക, അതൊക്കെ ചെയ്യും കേട്ടോ. എവിടേക്കാ നീ? പൊക്കോണ്ടാ അത് വന്നോട്ടെ. നല്ല തുറക്ക്. എത്ര രാവിലെ വന്നാലും എപ്പോൾ വന്നാലും അവനത് തിന്നാൻ കിട്ടണം കേട്ടോ എന്തെങ്കിലും. അപ്പം ഞാൻ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കഴിക്കാൻ ഏട്ടന്. അപ്പോൾ അത് ഞാൻ പൊട്ടിച്ചിട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ സമാധാനമായി. പിന്നെ അവിടെ നിന്ന് പോയി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും, എന്തെങ്കിലും തിന്നാൻ കൊടുക്കുക, പിന്നെ അവിടെ നിന്ന് പോവുക. ഇതാണ് അവൻ്റെ മെയിൻ പണി. പിന്നെ അവൻ കുറേ നേരം ക്ലാസ്സൊക്കെ വെച്ചിട്ട് ഫോണിൽ നോക്കി കണ്ടോ എഴുതിയിരിക്കണോ. അങ്ങനെ കുറേ നേരം ഇരുന്ന് പഠിച്ചു കേട്ടോ. ഇനി എന്തായാലും ഫോണിൽ കളിക്കണമൊന്നുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, വിളക്ക് കാണിച്ചു, പ്രാർത്ഥിക്കുക അന്ന് എക്സാമൊക്കെ നല്ലതാവണേ എന്നൊക്കെ. ഇത് കാണുമ്പോൾ സന്തോഷമുണ്ട്, അതുപോലൊരു വിഷമമുണ്ട് കേട്ടോ. പേന പൂജിക്കേ? ചെയ്തോളൂ. പിന്നെ പോവാനുള്ള പുറപ്പാട് തുടങ്ങായി. പൊട്ടിടണ്ടെന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും മിണ്ടാറില്ല. അപ്പോൾ അവൻ എന്താ പൊട്ടൊക്കെ തൊടണോ. മുടി കൊണ്ട് വരുന്നുണ്ടോ? മുടി വെട്ടാറായോ അത്ര വേഗം? അതവിടെ ആക്കൂ കൈ കൊണ്ട്. ഇന്ന് രാവിലെ കഴിക്കാൻ ചപ്പാത്തിയും ഉള്ളിക്കറിയും ഇട്ട് ഉണ്ടാക്കിയത്. എന്നിട്ട് ഫോണൊക്കെ വെക്ക്. പോവാം, നമുക്ക് പോവാം. ബാഗ് എടുത്തോളൂ. ബാഗ് എടുത്തോളൂല്ലേ. കാല് തൊട്ട് നമസ്കരിക്ക്. അയ്യോടാ. വരൂ. നല്ല കുട്ടിയായിട്ടിരുന്നിരുന്നുണ്ട് കേട്ടോ. അച്ഛനോടേക്ക് പോണോ? അതെ. നമുക്ക് പോവാട്ടോ. അമ്മ വരാം. ബാഗ് എടുത്തോ? മയു ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടില്ലേ? മുടി വിളിച്ചോക്കട്ടെ. ഇന്ന് എക്സാം അല്ലേ? ഓൾ ദ ബെസ്റ്റ് പറയണം അമ്മായി. ചിത്രവാനു അത്. അവനിന്ന് എക്സാം ഇല്ലേ? അതെ, ശരി. പിന്നെ തറവാട്ട് പോയിട്ട് അച്ഛമ്മേനെ കാണാൻ പറഞ്ഞിട്ട് പോവുക കേട്ടോ. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൻ്റെ ചേച്ചി ചെയ്യണ കണ്ടിട്ടാട്ടോ. അങ്ങോട്ട് എക്സാമായി അങ്ങനെ ടെൻഷനും പേടിയും. പിന്നെ ഞങ്ങൾ ഫുൾ ടൈം ഇങ്ങനെ പഠിക്കലും, പിന്നെ ഓൺലൈൻ ക്ലാസ് കാണുക, അമ്പലത്തിൽ പോയി പേന പൂജിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവനും അതുപോലെ ചെയ്യണം എന്നൊരു തോന്നൽ.
എന്നാലും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോൾ സന്തോഷം തോന്നി കേട്ടോ. അവൻ്റെ എക്സാം അവനല്ല എഴുതുന്നത്, അവൻ്റെ സ്കൂളത്തെ ടീച്ചറുടെ മോനാണ് കേട്ടോ എഴുതുന്നത്. ആ കുട്ടിക്ക് എന്തെങ്കിലും നേരെ എഴുതാൻ പറ്റട്ടെ. ഇവന് മാത്രമായിട്ട് സ്കൂൾ വണ്ടി വരില്ല കേട്ടോ. അപ്പം ഞാൻ കൊണ്ടേക്കാന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ അവൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവൻ്റെ അച്ഛൻ കൊണ്ടേക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനെ ഒരുമിച്ച് പൊക്കോട്ടെ വിചാരിച്ചു. എന്തേ പേടിയോ? പേടിയൊന്നും വേണ്ട കേട്ടോ. നല്ല കൂളായിട്ടിരിക്കണം. മയുവിന് പേടിയൊന്നും ഇല്ലേ? അതന്നെ. ഓൾ ദ ബെസ്റ്റ്. വരുമ്പോ എന്താ ചെയ്യാ? ആ എത്തിയോ? വണ്ടിയിലാക്കി തന്ന്. അതെ, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നുണ്ടെ? കുഴപ്പമില്ല അല്ലേ? ഓക്കെ ചെയ്യോ? രാവിലെ പേടിച്ചിട്ടൊക്കെ പോയിരുന്നേ. അച്ഛൻ വന്നിട്ടുണ്ടാവുന്നു, പക്ഷെ നിങ്ങള് ഇറങ്ങിയൊന്നും അറിയില്ല, അവിടെ നിന്ന് പോകുന്നൊന്നും അറിയില്ലല്ലോ, അതാ വരാഞ്ഞേ കേട്ടോ. അവന് പാവം വിഷമമുണ്ടാ വെച്ചിട്ട് ഞങ്ങൾ അവനെ എക്സാം എഴുതാത്ത പോലൊന്നും കാണിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അവൻ്റെ അടുത്ത് പെരുമാറുക. എന്തായാലും നമ്മുടെ കൂടെ പഠിക്കാനും എഴുതാനൊന്നും അറിയില്ലെങ്കിലും വേറെ എല്ലാ കാര്യങ്ങളും ആക്റ്റീവായി ചെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ആലോചിക്കുമ്പോൾ സന്തോഷമാണ് കേട്ടോ. ഇത്രയും വയ്യാത്ത എത്രയോ കുട്ടികൾ നമ്മുടെ ചുറ്റുപാടും തന്നെ ഉണ്ടല്ലോ. അവനെ ഇങ്ങനെയെങ്കിലും ആക്കി തന്നതിന് ദൈവത്തിനോട് ഞങ്ങൾ എപ്പോഴും നന്ദി പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ണിക്കുട്ടൻ്റെ എക്സാം വിശേഷങ്ങൾ.